ജൂൺ 1 ജെയിംസും വില്യമും പ്ലാൻ ചെയ്തു നാളെ നമുക്കൊരാളെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താമെന്ന്. ജൂൺ 2 അവർ ഇരയെ തപ്പി ഇറങ്ങി. അങ്ങനെ അവർ സ്റ്റീവൻ എന്നൊരു 18 വയസ്സുകാരനെ കണ്ടുമുട്ടി. വില്യമും ജെയിംസും സ്റ്റീവനെ വില്യമിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വില്യമിന്റെ വീട്ടിൽ വെച്ച് അവനെ വില്യമും ജെയിംസും മൃഗീയമായി കൊലപ്പെടുത്തി. അതിനുശേഷം സ്റ്റീവിന്റെ മൃതദേഹം കാർഡ്ബോർഡ് ബോക്സിലാക്കി വാനിൽ കയറ്റി വെർണന്റെ അപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോയി. അപ്പാർട്ട്മെന്റിൽ എത്തിക്കഴിഞ്ഞ് വില്യം വെർണനെ വിളിച്ച് സ്റ്റീവന്റെ ബോഡി കാണിച്ചു. അപ്പോഴാണ് ജെയിംസ് അറിയുന്നത് ഇവരാണ് ഫ്രീവേ കില്ലേഴ്സ് എന്ന്. അതിനുശേഷം ബോഡി അവർ ഒരു ഗ്യാസ് സ്റ്റേഷന്റെ അടുത്ത് ഉപേക്ഷിച്ചു. തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ വില്യംസ് ജെയിംസിനെ ഭീഷണിപ്പെടുത്തി. ഇന്ന് സംഭവിച്ച കാര്യങ്ങൾ വെളിയിൽ പറഞ്ഞാൽ അവനെയും കൊല്ലുമെന്ന്. ജെയിംസ് വീട്ടിൽ നിന്ന് ഒളിച്ചോടി വന്നൊരു പയ്യനായിരുന്നു. അവനൊട്ടും പ്രതീക്ഷിച്ചില്ല വില്യം ഒരു സീരിയൽ കില്ലർ ആയിരിക്കുമെന്ന്. സ്റ്റീവന്റെ ബോഡി ഉപേക്ഷിച്ച് 5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ബോഡി പോലീസ് കണ്ടെത്തിയിരുന്നു. പോലീസ് നിരീക്ഷണം ശക്തമാക്കി. ജൂൺ 11 വില്യം വീണ്ടും ഇരയെ തപ്പിയിറങ്ങി. പോലീസ് വില്യമിനെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു.